തൃണമൂൽ കോൺഗ്രസിന്റെ MP മഹുവ മൊയ്ത്രയെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് പറഞ്ഞിരിക്കുകയാണ്. ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും ഒക്കെ വാങ്ങുമ്പോൾ ചെറിയ തവണകളെ തിരിച്ചടയ്ക്കാനുള്ള EMI സ്കീമുകൾ മൈജി ഫ്യൂച്ചറിൽ ഉണ്ടല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാം നെക്സ്റ്റ് ലെവൽ ഷോപ്പിംഗ് മൈജി ഫ്യൂച്ചറിൽ. അതായത് ആ രാത്രി മുഴുവൻ ഞാൻ പൊട്ടിക്കരഞ്ഞു. എന്നെ ആശ്വസിപ്പിച്ചത്, എന്നെ ചേർത്ത് നിർത്തിയത് ആ ഒരാൾ മാത്രമാണ്. ഇന്ന് അയാൾ പശ്ചിമ ബംഗാൾ ഭരിക്കുന്നു. പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രിയാണ്. അതായത് സുവേന്ദു അധികാരി മാത്രമാണ് എന്നെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിച്ചത്. ഈ പറഞ്ഞ മമതാ ബാനർജി പോലും എന്നെ ഒരു നല്ല വാക്ക് പറയാനോ എന്നെ ഒന്ന് സമാധാനിപ്പിക്കാനോ വന്നില്ല എന്ന് മഹുവ മൊയ്ത്ര തുറന്നു പറയുകയാണ്. ഒരു കാലത്ത് ഇപ്പോൾ പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രിയായ BJP നേതാവൊക്കെയായ സുവേന്ദു അധികാരി തൃണമൂൽ കോൺഗ്രസിൽ ഒരു നേതാവായിരുന്നു. അവിടെ നിന്ന് ആണ് നേരെ BJPയിലേക്ക് വരുന്നത്. ഇപ്പോൾ മഹുവ മൊയ്ത്രയുടെ ട്രാക്ക് അല്ലെങ്കിൽ മഹുവ മൊയ്ത്ര എങ്ങോട്ടാണ് ചായുന്നതെന്ന് ഇപ്പോൾ സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലായി കാണും. BJPയിലേക്കാണ്. കാരണം തൃണമൂൽ കോൺഗ്രസിൽ നിന്നിട്ട് ഇനി ഒരു കാര്യവുമില്ല. അത് തകർന്ന് തരിപ്പണമായി തൃണമൂൽ കോൺഗ്രസിന്റെ നെഞ്ചത്ത് റീത്ത് വെച്ച് കഴിഞ്ഞിരിക്കുന്നുവെന്ന് മനസ്സിലായി മഹുവ മൊയ്ത്ര പതുക്കെ BJPയിലേക്ക് പോകാനുള്ള ഫസ്റ്റ് ടിക്കറ്റ് ഇപ്പോൾ എടുക്കുകയാണ്. അതാണ് സുവേന്ദു അധികാരിയെ ഒന്ന് സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഒരു വർത്തമാനം പറഞ്ഞത്. പശ്ചിമ ബംഗാളിൽ ഓരോ നിമിഷവും അപ്രതീക്ഷിതമായ കൂറുമാറ്റങ്ങളുടെയും രാഷ്ട്രീയ നീക്കങ്ങളുടെയും കാലമാണ്. ഓരോ നീക്കങ്ങളും ഓരോ സമയത്ത് നടക്കുന്നത്. അതിനിടെ തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൊയ്ത്ര മമതാ ബാനർജിയുടെ നെഞ്ചത്തിട്ട് പൊട്ടിച്ചിരിക്കുകയാണ്. അതായത് ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തിയത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. തൃണമൂൽ സ്ഥാപക മമതാ ബാനർജിയുടെ വിശ്വസ്തയായി അറിയപ്പെടുന്ന മഹുവ മൊയ്ത്ര സുവേന്ദു അധികാരിയുമായി തനിക്കുള്ള സൗഹൃദം വെളിപ്പെടുത്തിയത് BBC-ക്ക് നൽകിയ ഒരു അഭിമുഖത്തിലാണ്. തൃണമൂൽ കോൺഗ്രസിലെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളിൽ മമതാ ബാനർജിക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന ചുരുക്കം ചില നേതാക്കളിൽ ഒരാളായ മഹുവയുടെ ഈ പ്രസ്താവന ബംഗാൾ രാഷ്ട്രത്തിൽ അഭ്യൂഹങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. മമതാ ബാനർജിയുടെ ഇടതും വലതുമൊക്കെ ആയിട്ട് പ്രവർത്തിച്ച ഓരോ നേതാക്കന്മാരും BJPയിലേക്ക് പോയി. കുറച്ച് പേര് വിമതരായിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ മഹുവ മൊയ്ത്രയും മമതാ ബാനർജിയുടെ മേലായി നിൽക്കുമെന്നൊന്നും പറയാൻ സാധിക്കില്ല. വ്യക്തിപരമായി സുവേന്ദു അധികാരിയുമായി തനിക്ക് വളരെ നല്ല ബന്ധമാണ് ഉള്ളതെന്നും ഒന്നിച്ച് തൃണമൂൽ കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് അദ്ദേഹം തന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്നും മഹുവ തുറന്നു പറയുകയാണ്. തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും പ്രയാസമേറിയ ഘട്ടത്തിൽ സുവേന്ദു നൽകിയ പിന്തുണയെക്കുറിച്ചും മഹുവ വിവരിച്ചിട്ടുണ്ട്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തനിക്ക് സീറ്റ് നിഷേധിക്കപ്പെട്ടപ്പോൾ രാത്രി മുഴുവൻ ഞാൻ പൊട്ടിക്കരഞ്ഞുവെന്നും ആ സമയത്ത് തന്നെ ആശ്വസിപ്പിക്കാനും ധൈര്യം തരാനും ഒരു നല്ല വാക്ക് പറയാനും സുവേന്ദു അധികാരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് മഹുവ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. 2016 ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കരീംപൂരിൽ നിന്നാണ് മഹുവ ആദ്യമായി ജനവിധി തേടിയത്. അന്ന് രാഷ്ട്രീയത്തിൽ തുടക്കക്കാരിയായിരുന്ന തനിക്കായി പ്രചാരണത്തിന് മുതിർന്ന TMC നേതാക്കൾ ആരും വരുന്നില്ല എന്നും എന്നാൽ സുവേന്ദു അധികാരിയാണ് തന്റെ ആദ്യ തെരഞ്ഞെടുപ്പ് റാലി നടത്തിയതെന്നും മഹുവ പറഞ്ഞിരിക്കുകയാണ്. ഇന്നും ആ റാലിയുടെ ചിത്രങ്ങൾ എടുത്തു നോക്കിയാൽ താനും സുവേന്ദുവും മാത്രമാണ് അതിൽ ഉണ്ടായിരുന്നതെന്ന് കാണാമെന്ന് അവർ പറയുകയാണ്.